അടിച്ചു മോനെ എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് ഭാഗ്യത്തിന് വഴിയൊരുക്കിയിട്ടും ഭാഗ്യമില്ലാതെ പോയ ഒരു മന്ത്രി ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ആദ്യ ലോട്ടറി ടിക്കറ്റിൻ്റെ ആദ്യ ഒന്നാം സമ്മാനം അടിച്ച ഭാഗ്യവാന് തൻ്റെ പേര് പുറം ലോകം അറിയാനുള്ള ഭാഗ്യവും ഇല്ലാതെ പോയി. ഇങ്ങനെ രണ്ട് അസാധാരണത്വങ്ങളുടെ കഥ മാത്രമല്ല പറയുവാനുള്ളത്. ലോട്ടറിക്ക് ഷോഡതി എന്ന പേര് വന്നതിനെക്കുറിച്ചും അറിയാൻ ലോട്ടറിയുടെ ഈ കഥ കേൾക്കണം. ഇന്ന് ചില്ലറക്കാരനല്ലാത്ത ലോട്ടറിയുടെ ആദ്യകാല രൂപവും കഥയും സംഭവങ്ങളുമാണ് പറയാൻ പോകുന്നത്. ജർമ്മൻ ഭാഷയിലെ ലോട്ട് എന്ന വാക്കിൽ നിന്നാണ് ലോട്ടറി എന്ന പദത്തിൻ്റെ പിറവി. BC-യിൽ റോമിൽ ലോട്ടറി നടത്തിയിരുന്നു. പക്ഷേ സമ്മാനം പണമായിരുന്നില്ല, അടിമകളും മറ്റുമായിരുന്നു. ഇറ്റലിയിൽ 1530-ൽ സർക്കാർ നേരിട്ട് ലോട്ടറി നടത്തി. വൈകാതെ ഫ്രാൻസിലെ ലൂയി 16-നും ഈ മാതൃക നടപ്പിലാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ലോട്ടറി മദ്രാസ് ഗവർണർ സർ ചാൾസ് ട്രെവലിയൻ്റെ സംഭാവനയാണ്. 1850-ലാണിത്. മൂർ മാർക്കറ്റ്, റിപ്പൺ ബിൽഡിംഗ്സ്, വിക്ടോറിയ ഹാൾ തുടങ്ങിയ മദ്രാസിലെ പ്രസിദ്ധമായ കെട്ടിടങ്ങൾ ആ ലോട്ടറിയുടെ വരുമാനം ഉപയോഗിച്ച് പണിതതാണ്. കേരളത്തിലെ ലോട്ടറിയുടെ ചരിത്രം തുടങ്ങുന്നത് 1874 മുതലാണ്. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ശുചീന്ദ്രം സ്ഥാണുമലയ ക്ഷേത്രത്തിൻ്റെ 7 നില ഗോപുരം പുനർനിർമ്മിക്കാൻ ആയില്യം തിരുനാൾ മഹാരാജാവാണ് ഉത്തരവിലൂടെ ലോട്ടറിക്ക് തുടക്കമിട്ടത്. കൊട്ടാരം വൈദ്യനും ഭാഷാ പണ്ഡിതനും ചരിത്രകാരനുമായിരുന്ന വൈക്കത്ത് പാച്ചു മൂത്തതിൻ്റെതായിരുന്നു ആശയം. 70,000 രൂപ സ്വരൂപിക്കുകയായിരുന്നു ലക്ഷ്യം. 30,000 രൂപ സർക്കാർ വഹിക്കാൻ തീരുമാനിച്ചു. 1 രൂപയുടെ 50,000 ടിക്കറ്റാണ് തിരുവിതാംകൂറിൽ വിറ്റത്. സ്വാതന്ത്ര്യാനന്തരമുള്ള കേരളത്തിലെ ലോട്ടറിയുടെ കഥ ഇങ്ങനെയാണ്. 1967-ൽ 2ാം EMS സർക്കാർ അധികാരമേറ്റു. അന്ന് സർക്കാരിന് നികുതിയുടെ വരുമാനം കുറവായിരുന്നു. ഇത് വർദ്ധിപ്പിക്കാനുള്ള ആലോചനയിലാണ് ലോട്ടറിയുടെ പിറവി. PK കുഞ്ഞായിരുന്നു അന്നത്തെ ധനമന്ത്രി. വിമർശനം ഭയന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ രഹസ്യമായാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ലോട്ടറി നടത്താനുള്ള അനുമതി വാങ്ങിച്ചെടുത്തത്. വളരെ രഹസ്യമായിരുന്നു കാര്യങ്ങളെങ്കിലും സർക്കാർ പ്രഖ്യാപിക്കും മുൻപേ ഈ രഹസ്യം പുറത്തായി. ലോട്ടറിക്കായി സർക്കാർ പുതിയ ഡയറക്ടറേറ്റ് രൂപീകരിച്ചു. 1967 സെപ്റ്റംബർ 1-നാണ് ഡയറക്ടറേറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. അങ്ങനെ 1967 നവംബർ 1-ന് ടിക്കറ്റ് റിലീസ് ചെയ്തു. 500,000 രൂപയായിരുന്നു ഒന്നാം സമ്മാനം. ഇതിനു പുറമെ 93 ക്യാഷ് പ്രൈസുകളും ഉണ്ടായിരുന്നു. 2 മാസത്തിന് ശേഷമായിരുന്നു 1968 ജനുവരി 26-ന് നറുക്കെടുപ്പ്. ലോട്ടറി ടിക്കറ്റിൻ്റെ മധ്യഭാഗത്ത് ആതുര ശുശ്രൂഷ രംഗവുമായി ബന്ധപ്പെട്ട് സർജറി ടേബിളിൻ്റെ ചിത്രമാണ് നൽകിയിരുന്നത്. ടിക്കറ്റ് വിൽപ്പന അവസാനിക്കുന്ന ദിവസവും ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിരുന്നു. നറുക്കെടുപ്പിന് 16 ദിവസം മുൻപ് ടിക്കറ്റ് വിൽപ്പന അവസാനിപ്പിച്ചു. നറുക്കെടുപ്പ് നടന്ന് ആദ്യ ഭാഗ്യവാൻ പിറന്നു. എന്നാൽ ഇന്ന് സർക്കാർ രേഖകളിലൊന്നും ആ ഭാഗ്യവാന്റെ പേരില്ല. ആ ഭാഗ്യവാൻ ഇന്നും അജ്ഞാതനായി തന്നെ നിൽക്കുന്നു. 1968 ജൂലൈ ആയപ്പോൾ സമ്മാനത്തുക 75,000 രൂപയാക്കി. നവംബർ 1-ന് സമ്മാനത്തുക 1,00,000 രൂപയാക്കി. ഇതിനിടെ ലോട്ടറി ടിക്കറ്റ് എന്ന പേരിൽ സിനിമയും ഇറങ്ങി. 1 രൂപ നോട്ടു കൊടുത്താൽ 1,00,000 കൂടെ പോരും എന്ന സിനിമാ ഗാനം 1980-കളുടെ അവസാനം വരെ ലോട്ടറി വിൽപ്പനക്കാരുടെ പ്രചാരണ ഗാനമായിരുന്നു. ജയമാരുതിയുടെ ബാനറിൽ T. വാസുദേവൻ നിർമ്മിച്ച ചിത്രമാണ് ലോട്ടറി ടിക്കറ്റ്. AB രാജ് സംവിധാനം ചെയ്ത ചിത്രം 1970 നവംബർ 28-ന് പ്രദർശനം തുടങ്ങി. SL പുരത്തിൻ്റെതായിരുന്നു തിരക്കഥ. പ്രേം നസീർ, KP ഉമ്മർ, അടൂർ ഭാസി, ഷീല, മീന തുടങ്ങിയവരായിരുന്നു അഭിനേതാക്കൾ. ആദ്യ ലോട്ടറിയിൽ നിന്ന് സർക്കാരിന് ആകെ ലഭിച്ച വരുമാനം 20,00,000 രൂപയായിരുന്നു. ഭാഗ്യക്കുറി ഇറക്കി മലയാളികൾക്ക് ഭാഗ്യം സമ്മാനിച്ച മന്ത്രി PK കുഞ്ഞിന് പക്ഷേ ഭാഗ്യം തുണച്ചില്ല. കാലാവധി പൂർത്തിയാക്കാനുള്ള ഭാഗ്യം 2ാം EMS സർക്കാരിനും ഉണ്ടായില്ല. PK കുഞ്ഞ് രാജിവെച്ചു.